രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മാർത്ഥത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത്. എല്ലാം പെയ്ഡബിൾ ആണല്ലോ, എവറിത്തിങ് പെയ്ഡബിൾ. നമ്മൾ മനുഷ്യർ തമ്മിലുണ്ടല്ലോ, പരസ്പരം കമ്മ്യൂണിക്കേഷൻ വേണം, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വേണം അല്ലേ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് യാത്ര ചെയ്യണം, ഒരുമിച്ച് വെള്ളത്തിൽ കുളിക്കണം, എൻജോയ് ചെയ്യണം. അതിൽ നിന്നുമാണ് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ആത്മാർത്ഥത ഉടലെടുക്കുകയുള്ളൂ. ശരിയാണോ? ഇന്നിപ്പോൾ നമുക്ക് ആർക്കും ഇല്ലാത്തത് ആത്മാർത്ഥതയാണ്. എല്ലാത്തിനും പെയ്ഡബിളാണ്. കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ നിനക്ക് നിൻ്റെ കാശ് തരാമെന്ന് സിമ്പിളായിട്ടൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു രീതിയാണ്. അതൊക്കെ എനിക്കൊന്നും തീരെ ആക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന് ഞാൻ ദേഷ്യം കയറിയിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാവും എൻ്റെ ക്യാരക്ടർ എന്താണ്, അവൻ്റെ ദേഷ്യം എത്ര നേരം ഉണ്ടാവും, അവൻ എത്ര ദിവസം ആ ദേഷ്യം കാണിക്കും. എൻ്റെ കളിക്കൂട്ടുകാർക്ക്, എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ പെട്ടെന്ന് ദേഷ്യം കയറുന്ന ഒരാളാണ്. പക്ഷേ എന്നെ ഉൾക്കൊള്ളുന്ന എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. ഞാൻ ദേഷ്യം കയറി കഴിഞ്ഞാൽ അവരതിൻ്റെതായ രീതിയിൽ പിന്നെ സംസാരിക്കുള്ളൂ. കാരണം ഞാൻ നാളെ ചിരിച്ചുകൊണ്ട് ചെല്ലും, അവർക്കറിയാത്. അപ്പോൾ അവരിങ്ങോട്ട് വർത്തമാനം പറഞ്ഞാൽ പിന്നെന്തായി, ഉടക്കായി. അപ്പോഴാണ് പിരിഞ്ഞു പോണത്. പരസ്പരം സംസാരവും കാര്യങ്ങളും അടുപ്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ആണ്ടിലും കൊല്ലത്തിലും മാത്രം കാണുന്നവർക്ക് ഒരിക്കലും അത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയില്ല. സോ പരസ്പരമുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ കൂടട്ടെ, പഴയൊരു കാലത്തിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.